ഫ്രണ്ട്സ്, ഞാനിന്ന് പറയാൻ പോകുന്നത് 2024 ഇറങ്ങിയ ഒരു ആനിമേഷൻ മൂവിനെ കുറിച്ചാണ്. ഒരു ചെറിയ കുട്ടിയുടെ പവർ ഉപയോഗിച്ച് ലോകത്തിലുണ്ടായിരുന്ന അവസാനത്തെ ഡ്രാഗനെ രക്ഷിച്ച കഥയാണ് ഡ്രാഗൺ കീപ്പർ. കഥയുടെ തുടക്കത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് മന്ത്രവാദികൾ മനുഷ്യരുടെ നേരെ നടന്ന ആക്രമണം തടയാൻ വേണ്ടി അവിടെയുള്ള രാജാവ് ഡ്രാഗന്റെ സഹായം തേടി. മനുഷ്യരിൽ നല്ല മനസ്സുള്ള ചിലരെ തിരഞ്ഞെടുത്ത് അവരെ ഡ്രാഗനെ സഹായിക്കുന്ന ആൾക്കാരായി രാജാവ് നിയമിച്ചു. ഡ്രാഗന്റെ സഹായത്താൽ അവർ മന്ത്രവാദികളെ ഇല്ലാതാക്കി. എന്നാൽ രാജാവിന്റെ ഉത്തരവനുസരിച്ച് ഡ്രാഗനുകളെ തടവിലാക്കുകയും അവരുടെ സഹായികളായ ആൾക്കാരെ ഇല്ലാതാക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ഒരു ഗ്രാമത്തെയാണ് കാണിക്കുന്നത്. അവിടെ കുറച്ച് പടയാളികൾ നിൽക്കുന്നുണ്ട്, കൂടെ 2 അധികാരികളും, മാസ്റ്റർ ലാനും ഡിയാവോയും. മാസ്റ്റർ ലാൻ ഡ്രാഗന്റെ രക്തം കൊടുക്കാനാണ് അവിടെ വന്നിരിക്കുന്നത്. അതിന് പകരമായി 20 സ്വർണ്ണ നാണയം ഡിയാവോന്റെ അടുത്തു നിന്നും ചോദിക്കുന്നുണ്ട്. ഡിയാവോ ആണെങ്കിലോ അത് ഡ്രാഗന്റെ രക്തം തന്നെയാണോ എന്ന് നോക്കാനായി അയാളുടെ കൈകൾ അതിലേക്കിട്ടതും അവന്റെ കൈകളിലുള്ള പാടുകളെല്ലാം മാഞ്ഞുപോയി. അതിനുശേഷം മാസ്റ്റർ ലാനോട് ഡിയാവോ ഒരു ജീവനുള്ള ഡ്രാഗനെ ചോദിക്കുന്നുണ്ട്. അത് കേട്ടതും മാസ്റ്റർ ലാൻ ഡിയാവോനോട് നീ ഡ്രാഗനെ ചോദിച്ചാൽ ഇപ്പോൾ തന്നെ എടുത്തു തരാമെന്ന് അവനോട് കളിയാക്കി പറയുന്നു. ഇത് കേട്ടതും കിട്ടിയതായി എന്ന മട്ടിൽ ഡിയാവോ സ്വർണ്ണ നാണയങ്ങൾ കൊടുത്ത് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്നു. അപ്പോൾ അവന്റെ കൂടെ വന്ന ഒരു മുത്തശ്ശൻ അവിടെ ആരും കാണാതെ ഒരു കുഞ്ഞിനെ വെച്ച് പോകുന്നുണ്ട്. ആ കുഞ്ഞാണ് നമ്മുടെ കഥയിലെ നായിക പിങ്. അവൾ കരയാൻ തുടങ്ങിയതും അടുത്തുള്ള കല്ലുകളെല്ലാം പറക്കാൻ തുടങ്ങി. പിങ്ങിന്റെ കരച്ചിൽ കേട്ട് മാസ്റ്റർ ലാൻ അതിനെ എടുത്ത് അയാളുടെ ഗ്രാമത്തിൽ കൊണ്ടുപോകുന്നു. നമ്മുടെ പിങ് ആണെങ്കിലോ പോകുന്ന വഴിയെല്ലാം കരച്ചിലായിരുന്നു. അവളുടെ കരച്ചിൽ കാരണം മാസ്റ്റർ ലാന് നല്ല ദേഷ്യമായിരുന്നു. അങ്ങനെ മാസ്റ്റർ ലാൻ അയാളുടെ ഗ്രാമത്തിലെത്തിയതും ആ കുഞ്ഞിനെ എടുത്ത് അയാൾ ഒരു മുത്തശ്ശിയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ഇവിടെ ഡിയാവോന്റെ അമ്മ മരിക്കാൻ കിടക്കുകയാണ്. ഡിയാവോ ഓടി വന്ന് അമ്മയുടെ അടുത്തിരുന്ന് ഞാൻ ഈ രോഗം മാറ്റാൻ ഉടനെ മരുന്ന് കണ്ടുപിടിക്കുമെന്ന് പറയുന്നു. ഞാൻ മരിക്കാൻ പോകുകയാണ്, എനിക്ക് സമയമായി, എൻ്റെ കാര്യങ്ങളോർത്ത് നീ വിഷമിക്കേണ്ട, നിനക്കും എൻ്റെ രോഗമാണ്, മരണത്തെക്കുറിച്ച് ഭയപ്പെടാതെ എത്ര കാലം ജീവിക്കുന്നോ അത്ര നാൾ നന്നായി ജീവിക്കാൻ പറഞ്ഞ് അമ്മ മരിക്കുകയാണ്. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കടന്നുപോയി. നമ്മുടെ പിങ് ഇപ്പോൾ വലുതായി ഒരു സുന്ദരി കുട്ടിയായി. രാവിലെ തന്നെ മുത്തശ്ശി അവളെ എഴുന്നേൽപ്പിക്കുകയാണ്. ഇന്ന് ഹോണഡ് ഗസ്റ്റിന് ഫുഡ് കൊടുക്കുന്ന ദിവസമാണെന്ന് മുത്തശ്ശി അവളോട് പറയുന്നു. ഇത് കേട്ടതും അവൾക്ക് വളരെ സന്തോഷമായി. കുറെ നാളത്തെ അവളുടെ ആഗ്രഹമാണ് അവർക്ക് ഫുഡ് കൊടുക്കണമെന്നുള്ളത്. എന്നാൽ മുത്തശ്ശി കോഴികൾക്ക് തീറ്റ കൊടുക്കാൻ പറഞ്ഞു വിടുകയാണ്. ശരിയെന്ന് പറഞ്ഞ് അവൾ കോഴിക്കൂട്ടിലേക്ക് പോകുന്നു. കോഴികൾക്ക് തീറ്റിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെയുള്ള മുട്ടകളെടുത്ത് അവൾ ഒരു കൂടയിലേക്ക് ആക്കുന്നു. കോഴിക്കൂട്ടിനുള്ളിൽ അവൾക്കൊരു കൂട്ടുകാരനുണ്ട്. അവന്റെ പേരാണ് ഹുവാ ഹുവ. അവനൊരു ഭംഗിയുള്ള എലിക്കുട്ടിയാണ്. അവൾ അവനെ എടുത്ത് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചതും ഹുവാ ഹുവ അവന്റെ കുറുമ്പ് കാണിക്കാൻ തുടങ്ങി. അവൾ കൊണ്ടുവന്ന കൂടയിലേക്ക് കയറാൻ നോക്കിയതും അവൾ അതിനെ എടുത്ത് അവന്റെ കൂട്ടിലേക്ക് വെച്ചിട്ട് പോകുന്നുണ്ട്. എന്നാൽ ഹുവാ ഹുവ ആണെങ്കിലോ അവൾ അറിയാതെ ആ കൂടയിലേക്ക് കയറി. പിങ് അവളുടെ മുത്തശ്ശിയുടെ അടുത്ത് പോയി മുട്ടകൾ കൊടുത്തു. അവിടെ മുത്തശ്ശി ഹോണഡ് ഗസ്റ്റിന് കൊടുക്കാനായി ഫുഡെല്ലാം ഒരു വലിയ കൂടയിലേക്കാക്കി വെച്ചിരിക്കുകയാണ്. അപ്പുറത്ത് നിന്ന് മാസ്റ്റർ ലാൻ ഫുഡ് റെഡിയായില്ലേ എന്ന് ചോദിച്ച് ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങി. ഇത് കേട്ട പിങ്ങിന് നല്ല ദേഷ്യം വന്നു. എന്തിനാ അവർ നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നേ എന്ന് അവൾ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിലോ അവളോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, നമ്മൾ അവരുടെ സെർവൻ്റാണ്, അവർ പറയുന്നത് നമ്മൾ കേൾക്കണമെന്ന് പറഞ്ഞ് മുത്തശ്ശി ആ വലിയ കൂട പിങ്ങിന്റെ സഹായത്തോടെ പുറകിൽ വെച്ച് മാസ്റ്റർ ലാന്റെ പുറകെ പോകുന്നു. കുറച്ചങ്ങോട്ട് നടന്നതും കൂടയുടെ വെയിറ്റ് കാരണം പാവം മുത്തശ്ശി താഴെ വീഴുകയാണ്. എന്നാൽ മാസ്റ്റർ ലാൻ വേഗം എഴുന്നേൽക്കാൻ പറഞ്ഞ് മുത്തശ്ശിയെ അടിക്കാൻ പോകുന്നു. ഇതെല്ലാം കണ്ടു നിന്ന പിങ് ഓടി വന്ന് അത് തടയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശിക്ക് പകരം അവൾ കൂടെ എടുത്ത് വരാമെന്ന് മാസ്റ്റർ ലാനോട് പറയുന്നുണ്ട്. ഇത് കേട്ടത് മുത്തശ്ശി വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ അവരോടൊപ്പം പോകുകയാണ്. അങ്ങനെ അവർ ഹോണഡ് ഗസ്റ്റുള്ള സ്ഥലത്തെത്തുന്നു. ഈ ഹോണഡ് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയോ? തടവിലാക്കിയിരിക്കുന്ന ഡ്രാഗൺസ് ആണ്. അവരെ ഒരു സ്ഥലത്ത് അടച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ പിങ് അവിടെ എത്തിയപ്പോൾ കൂടെ എടുത്ത് താഴെ വെച്ചു. അപ്പോഴാണ് അവൾ ആ കൂടയ്ക്കുള്ളിൽ അവളുടെ എലിയെ കാണുന്നത്. അവൾ അതിനെ എടുക്കാൻ പോയതും മാസ്റ്റർ ലാൻ ആ കൂട കിണറ്റിനുള്ളിലേക്ക് തട്ടിയിട്ടു. ഒപ്പം എലിയും അതിലേക്ക് വീണു. പിങ് അതിനെ എങ്ങനെയെങ്കിലും എടുക്കണമെന്ന് വിചാരിച്ചു നിൽക്കുന്ന സമയത്ത് മാസ്റ്റർ ലാനും പടയാളികളും അവളെ ചീത്ത പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. എന്നാൽ പിങ് അവിടെ ആരും കാണാതെ ഒരു മൂലയിൽ പോയി ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. മാസ്റ്റർ ലാനും പടയാളികളും പോയതിനു ശേഷം അവൾ അവിടെ കിടന്ന ഒരു കയറെടുത്ത് ആ കിണറ്റിനുള്ളിലേക്കിട്ട് അതിൽ പിടിച്ച് താഴേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ കയറ് ചെറുതായത് കൊണ്ട് അവൾക്ക് താഴെ വരെ എത്താൻ പറ്റിയില്ല. അവൾ കയറിൽ നിന്നും കൈയെടുത്തതും അവിടെ കിടന്ന ഫുഡിന്റെ മുകളിലേക്ക് വീണ് കൈ മുറിഞ്ഞു. അവളുടെ ശബ്ദം കേട്ട് എലിക്കുഞ്ഞ് അങ്ങോട്ടേക്ക് ഓടി വന്നു.
പെട്ടെന്നാണ് അവളുടെ അടുത്തേക്ക് 2 ചുവന്ന കണ്ണുള്ള എന്തോ ഒന്ന് വരുന്നത് കണ്ടത്. അതൊരു ഡ്രാഗൻ ആയിരുന്നു. അതിന്റെ പേരാണ് ഡാൻസി. അവനെ കണ്ടതും പിങ്ങിന് പേടിയായി. എന്നാൽ ഡാൻസി അവളുടെ കയ്യിലെ മുറിവ് കണ്ടതും അവന്റെ കൂടെയുള്ള പെൺ ഡ്രാഗനെ വിളിക്കുന്നുണ്ട്. ആ ഡ്രാഗൻ അവളുടെ വായിൽ ഒരു നീല കളറിലുള്ള എഗ് എടുത്ത് പിങ്ങിന്റെ കൈയുടെ അടുത്ത് കൊണ്ട് വെച്ചതും അവളുടെ കയ്യിലുണ്ടായിരുന്ന മുറിവെല്ലാം മാഞ്ഞുപോയി. ഇതിനെല്ലാം പിങ് നന്ദി പറഞ്ഞ് ഡാൻസിയുടെ സഹായത്താൽ മുകളിലേക്ക് കയറി വീട്ടിലേക്ക് പോകുകയാണ്. പോകുന്ന വഴി ഒരു ഡോറിന്റെ ശബ്ദം കേട്ട് അവൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഡോർ തുറന്നു നോക്കുമ്പോൾ കുറെ ചിത്രങ്ങൾ ഒരു മതിലിൽ വരച്ചിരിക്കുന്നു. അവൾ അതിൽ തൊട്ടതും അവിടെയുള്ള ഒരു പൂ വിരിഞ്ഞ് ഡ്രാഗന്റെ മുട്ട പുറത്തേക്ക് വന്ന് അവളെയും കൊണ്ട് ഒരു പാറക്കെട്ടിലേക്ക് പോകുന്നു. അവൾ അവിടെ എത്തിയപ്പോൾ നേരത്തെ കണ്ട ആ പെൺ ഡ്രാഗൻ അവളുടെ അടുത്ത് വന്ന് അവൾക്ക് ആ മുട്ടയിലുള്ള ഡ്രാഗൻ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുന്നു. പിങ് അതിന് പേരും വെച്ചു, കായ്. അവസാനം ആ പെൺ ഡ്രാഗൻ അവളോട് സഹായം ചോദിക്കുകയാണ്. കാരണം അവൾക്ക് മാത്രമേ ഇനി അതിലുള്ള ഡ്രാഗനെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ. അതിനുവേണ്ടി ആ മുട്ടയെ എടുത്ത് ആ കാണുന്ന വെള്ളത്തിലിട്ടാൽ മാത്രമേ മുട്ടയുടെ തോട് പൊട്ടി കായ് പുറത്തേക്ക് വരുള്ളൂ. പിങ്ങിനാണെങ്കിലോ ഇതൊന്നും മനസ്സിലാകുന്നില്ല. അവൾ ആ ഡ്രാഗനോട് പറയുന്നുണ്ട്, ഞാൻ വെറും സർവന്റ് മാത്രമാണ്, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. എന്നാൽ അവൾ സർവന്റ് അല്ല, നിനക്ക് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരുന്നത്. കായ്ക്ക് ഇനി അധികം സമയമില്ല, ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ് പെൺ ഡ്രാഗൻ പിങ്ങിന്റെ കഴുത്തിൽ കിടന്ന ലോക്കറ്റിന് പവർ കൊടുത്ത് അവിടെ നിന്ന് പോകുന്നു. ഇത് കണ്ടതും പിങ് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത് അതൊരു സ്വപ്നമായിരുന്നുവെന്ന്. പിങ് എഴുന്നേറ്റത് കണ്ട് മുത്തശ്ശിയും എഴുന്നേൽക്കുന്നുണ്ട്. പെട്ടെന്നാണ് അവർ ഒരു ശബ്ദം കേട്ടത്. അത് എന്താണെന്ന് മുത്തശ്ശിയോട് അവൾ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഒരു ഹോണേർഡ് ഗസ്റ്റ് മരിച്ചുപോയെന്ന് മുത്തശ്ശി അവളോട് പറയുന്നു. ഇത് കേട്ടതും അവൾ ഓടി പുറത്തേക്ക് പോകുന്നുണ്ട്. നോക്കുമ്പോൾ മാസ്റ്റർലാനും പടയാളികളും മരിച്ചുപോയ പെൺ ഡ്രാഗനെ എടുത്ത് ഒരു മുറിയിൽ കൊണ്ടുപോയി അതിനെ കഷ്ണങ്ങളാക്കി അവിടെയുള്ള ഓരോ ബാസ്ക്കറ്റിനുള്ളിലാക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന പിങ്ങിന് വിഷമമാകുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ എന്തോ ശബ്ദം കേട്ടിട്ടാണ് അവൾ എഴുന്നേൽക്കുന്നത്. പുറത്തു പോയി നോക്കിയാൽ അവിടേക്ക് കുതിരപ്പുറത്തിരുന്ന് കൊട്ടാരത്തിൽ നിന്നും ക്യാപ്റ്റനും കുറച്ച് പടയാളികളും വരുന്നുണ്ട്. അവരുടെ പുറകെയായിട്ട് ഒരു ഇരുമ്പ് കൂടുമുണ്ട്. അതെന്തിനാണെന്നറിയാതെ അവൾ അവിടെ നിൽക്കുന്ന സമയത്ത് മുത്തശ്ശി അവളുടെ അടുത്ത് വന്ന് അവർക്ക് കൊടുക്കാനുള്ള ചായ അവളുടെ കയ്യിൽ കൊടുത്തുവിടുന്നു. അവൾ ചായയുമായി അവർ ഇരിക്കുന്ന റൂമിൽ കയറി. അവിടെ ക്യാപ്റ്റനും ഡിയാവോയും ഡ്രാഗനെ കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ്. അവളെ കണ്ടതും ഡിയാവോ ചായ അവിടെ വെക്കാൻ പറയുന്നുണ്ട്. അതിനിടെ ഹുവാഹു ആണെങ്കിലോ അവർക്ക് കൊടുക്കാനുള്ള ചായപാത്രത്തിലേക്ക് കയറുന്നു. പിങ് പോയി ചായ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഡിയാവോ ആ കാര്യം കാണുന്നത്. അവൾ ഇടത്തെ കൈ ഉപയോഗിച്ചാണ് സെർവ് ചെയ്യുന്നതെന്ന്. കാരണം ഇടത്തെ കൈ ഉപയോഗിക്കുന്നവർ ഡ്രാഗൻസിന് വേണ്ടപ്പെട്ടവരാണെന്ന് അവൻ അറിയാമായിരുന്നു. എന്നാലും ഈ കാര്യം ഉറപ്പിക്കാനായി അയാൾ ഹുവാഹുവയെ എടുത്ത് ഒരു കപ്പിലേക്കിട്ട് ചായ ഒഴിക്കാൻ പോയതും ഇത് കണ്ട പിങ്ങിന് ദേഷ്യം വരികയാണ്. പെട്ടെന്ന് അവളുടെ ലോക്കറ്റിൽ നിന്നും പവർ വന്ന് എല്ലാം തട്ടിയിടുന്നു. ഇത് കണ്ട ഡിയാവോ അവളെയും കൂട്ടി ഡാൻസിയെ അടച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തിയപ്പോൾ ഡിയാവോ പിങ്ങിന്റെ കഴുത്തിൽ ഒരു ഹെയർ പിൻ വെച്ചതും ഇത് കണ്ട് ഡാൻസി ഒച്ചയുണ്ടാക്കി അവനെ പേടിപ്പിക്കുകയാണ്. അങ്ങനെ പിങ്ങിന് വേണ്ടി ഡാൻസി എന്തും ചെയ്യുമെന്ന് മനസ്സിലാക്കിയ ഡിയാവോ പിറ്റേന്ന് അവളെ ഉപയോഗിച്ച് ഡാൻസിയെ അവർ കൊണ്ടുവന്ന കൂട്ടിനുള്ളിലേക്ക് ആക്കാൻ നോക്കുന്നു. ഡാൻസി അതിനുള്ളിലേക്ക് കയറാതിരിക്കുമ്പോൾ അയാൾ അവളുടെ തോളിൽ പിടിച്ച് അമർത്തുന്നുണ്ട്. ഇത് കണ്ട ഡാൻസി കൂട്ടിലേക്ക് കയറാൻ പോകുകയാണ്. പിങ് വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിലും ഡാൻസി അതിലേക്ക് കയറുകയാണ്. ഡാൻസി കൂട്ടിലേക്ക് കയറിയതും ക്യാപ്റ്റനും പടയാളികളും കൂടിന്റെ വാതിൽ അടയ്ക്കാൻ നോക്കുന്നുണ്ട്. പിങ് ആണെങ്കിലോ ദേഷ്യം വന്നിട്ട് അവൾ ഒച്ചയുണ്ടാക്കിയതും അവളുടെ ലോക്കറ്റിൽ നിന്നും വീണ്ടും പവർ വന്ന് അവിടെ ഉണ്ടായിരുന്ന ഡിയായോയും അയാളുടെ ആൾക്കാരും തെറിച്ചു വീഴുകയാണ്. ഉടനെ ഡാൻസി കൂടിനുള്ളിൽ നിന്ന് പുറത്തു വന്ന് അവളുടെ അടുത്തേക്ക് കയറാൻ നോക്കുന്നുണ്ട്. എന്നാൽ അവിടെയുള്ള കമ്പികൾ കാരണം അവന് അത് പറ്റുന്നില്ലായിരുന്നു. അവസാനം ഡാൻസി അവന്റെ വായിൽ നിന്നും മുട്ടയെടുത്ത് പിങ്ങിന് കൊടുക്കുന്നുണ്ട്. അവൾ അതും കൊണ്ട് ഓടാൻ നോക്കിയതും ഡിയാവോ അവന്റെ കൈ നീട്ടി ഒരു എട്ടുകാലിയെ വിട്ട് അവളെ കടിപ്പിക്കുന്നുണ്ട്. ആ എട്ടുകാലി കടിച്ചതും അവൾ അവിടെ തന്നെ മയങ്ങി വീഴുകയാണ്. ഇതറിഞ്ഞ ഡ്രാഗൻ കമ്പികളെല്ലാം പൊട്ടിച്ച് അവളെ രക്ഷിക്കാൻ പോകുന്നു. എന്നാൽ അപ്പോഴേക്കും ഡിയാവോ പിങ്ങിനെയും മുട്ടയെയും അവന്റെ ഓരോ കൈയിലായി പിടിച്ച്
ഡ്രാഗനോട് ഇതിൽ നിനക്ക് ആരെ വേണമോ അവരെ രക്ഷിച്ചോളാൻ പറഞ്ഞ് അവരെ ആ കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴേക്കിടുന്നു. ഡ്രാഗൻ നേരെ പിങ്ങിന്റെ അടുത്തേക്ക് കുതിച്ച് അവളെ രക്ഷിക്കുകയാണ്. ഒപ്പം മുട്ടാവാൻ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അത് ഡിയാവോ എടുക്കുകയാണ്. ഇത് കണ്ട ഡ്രാഗൻ നേരെ ഡിയാവോന്റെ അടുത്തേക്ക് പോകാൻ നോക്കുന്നുണ്ടെങ്കിലും ക്യാപ്റ്റൻ അവന്റെ നേരെ അമ്പ് ചെയ്തു. അത് പോയി ഡ്രാഗന്റെ ചെറുകിൽ കൊണ്ടതും അവന് പറക്കാൻ പറ്റാതെ താഴേക്ക് വീഴുന്നുണ്ട്. ക്യാപ്റ്റൻ നേരെ ഡിയാവോന്റെ അടുത്ത് പോയി ആ മുട്ട വാങ്ങി രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ ഡ്രാഗനും പിങ്ങും നേരെ വെള്ളത്തിലേക്ക് വീഴുകയാണ്. വെള്ളത്തിൽ നിന്നും ഡ്രാഗൻ പിങ്ങിനെയും കൊണ്ട് നീന്തി കരയിലേക്ക് കയറുന്നുണ്ട്. പിങ്ങിന് അപ്പോഴും ബോധം വന്നിട്ടില്ലായിരുന്നു. ഡ്രാഗൻ പിങ്ങിനെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അവൾ എഴുന്നേറ്റതും മുത്തശ്ശിയുടെ അടുത്തേക്ക് വേഗം പോകണമെന്ന് ഡ്രാഗനോട് പറയുന്നുണ്ട്. എന്നാൽ ഡ്രാഗൻ അവളെ പോകാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. കാരണം കായനെ രക്ഷിക്കാൻ ഇനി പിങ്ങിന് മാത്രമേ സാധിക്കുള്ളൂ. ഈ കാര്യമെല്ലാം ഡ്രാഗൻ അവളോട് പറയുന്നുണ്ടെങ്കിലും അവൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകാൻ തിരിഞ്ഞതും ഡ്രാഗൻ അവളുടെ അടുത്ത് വന്ന് അലറുന്നുണ്ട്. കായനെ കൊണ്ട് അവർ കൊട്ടാരത്തിലേക്കാണ് പോകുന്നത്. അവർ അവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം, സമയമില്ല, വേഗം നടക്കാൻ ഡ്രാഗൻ പിങ്ങിനോട് പറയുകയാണ്. ഇത് കേട്ട പിങ് നിവൃത്തിയില്ലാതെ ഡ്രാഗന്റെ ഒപ്പം പോകുകയാണ്. പോകുന്ന വഴിക്ക് അവൾ ഡ്രാഗനോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ ഇതിനൊന്നും മറുപടി പറയുന്നില്ല. അവസാനം ഡ്രാഗൻ അവളോട് പറയുന്നുണ്ട് ഒരു സമയത്ത് ഒരു ചോദ്യം മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്ന്. ഇത് കേട്ട പിങ് അവളുടെ ലോക്കറ്റിൽ നിന്ന് വരുന്ന നീല വെളിച്ചത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇത് ഒരു സ്പിരിച്വൽ എനർജിയാണ്. അത് എല്ലാ ജീവജാലങ്ങൾക്കുമുണ്ട്. എന്നാൽ അത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അതിൽ നീയും ഒരാളാണ്. പക്ഷേ നീ ആദ്യം അത് എങ്ങനെ ഉപയോഗിക്കാൻ പഠിക്കണമെന്ന് ഡ്രാഗൻ അവളോട് പറയുന്നു. അങ്ങനെ അവർ നടന്ന് ഒരു പഴയ പാലത്തിന്റെ അടുത്തെത്തുകയാണ്. ആ പാലമാണെങ്കിലോ എപ്പോ വേണമെങ്കിലും പൊട്ടി താഴേക്ക് വീഴും. അങ്ങനെയുള്ള ഒരു പാലത്തിൽ കൂടെ പിങ് പേടിച്ച് നടക്കുകയാണ്. പെട്ടെന്ന് പുറകിൽ ഡ്രാഗനും വരാൻ തുടങ്ങി. ഡ്രാഗന്റെ ഭാരം കാരണം പാലം നന്നായി ആടാൻ തുടങ്ങുന്നു. ഇത് കണ്ടതും പിങ് പാലത്തിന്റെ നടുക്ക് നിന്നിട്ട് ഡ്രാഗനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. എന്നാൽ ഡ്രാഗൻ അവളോട് വേഗം നടക്കാൻ പറയുന്നുണ്ട്. കാരണം ആ പാലം പൊട്ടിത്തുടങ്ങിയിരുന്നു. ഇതൊന്നും കേൾക്കാതെ പിങ് തിരിഞ്ഞ് ഡ്രാഗന്റെ അടുത്തേക്ക് നടന്നതും പാലം പൊട്ടി താഴെ വീഴുന്നു. അങ്ങനെ അവർക്ക് കിട്ടിയ ഒരു കയറിൽ തൂങ്ങിപ്പിടിച്ചു നിന്നെങ്കിലും അതും പൊട്ടിത്തുടങ്ങിയിരുന്നു. എന്നാൽ അപ്പോഴേക്കും പിങ്ങിന്റെ ലോക്കറ്റിൽ നിന്നും പവർ വന്ന് പൊട്ടിപ്പോകാറായ കയറ് കൂട്ടിയോജിക്കുകയാണ്. അങ്ങനെ അവർ മേലോട്ട് കയറി. ഇത് വിശ്വസിക്കാനാവാതെ ഞാൻ തന്നെയാണോ ഇത് ചെയ്തതെന്ന് ഡ്രാഗനോട് അവൾ ചോദിക്കുന്നുണ്ട്. അതെ എന്ന് ഡ്രാഗൻ മറുപടി പറയുന്നു. അങ്ങനെ അവർ വീണ്ടും നടന്ന് ഒരു വീട്ടിലെത്തി വിശ്രമിക്കുകയാണ്. ആ സമയം പിങ് ഡ്രാഗന്റെ ചിറകുകൾ തുന്നി യോജിക്കുന്നു. അതോടൊപ്പം അവൾ ചോദിച്ച ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ല എന്ന് ഡ്രാഗനോട് പറയുന്നുണ്ട്. എന്നാൽ ഡ്രാഗൻ അതിനുള്ള ഉത്തരം നീ തന്നെ കണ്ടുപിടിക്കണമെന്ന് അവളോട് പറയുന്നു. പിറ്റേന്ന് ക്യാപ്റ്റനും ഡിയാവോയും കൊട്ടാരത്തിലെത്തുകയാണ്. ക്യാപ്റ്റന്റെ കയ്യിലുള്ള മുട്ടയെടുത്ത് രാജാവിന്റെ അരികിൽ എത്തിച്ചു. അത് കാണിച്ചതും രാജാവിന്റെ മകൻ വാങ്ങി രാജാവിന്റെ അടുത്ത് കൊണ്ടുപോയതും അത്ര നേരം വയ്യാതിരുന്ന രാജാവിന് ആ മുട്ടയുടെ ശക്തിയിൽ എല്ലാ രോഗവും മാറുകയാണ്. അതേസമയം അവിടെ പിങ്ങിന് കായ്ക്ക് എന്തോ സംഭവിച്ചുവെന്ന് മനസ്സിലാകുന്നു. അവൾ ഡ്രാഗനോട് ഇത് പറഞ്ഞതും അവർ വേഗം പോകുകയാണ്. ഇവിടെ കൊട്ടാരത്തിൽ എല്ലാവരും രാജാവിന്റെ രോഗം മാറിയതിന്റെ സന്തോഷത്തിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡിയാവോനെ രാജാവ് അഭിനന്ദിക്കുകയാണ്. ഇത് കൊണ്ടുവന്നതിൽ നിനക്ക് ഒരു സമ്മാനമുണ്ടെന്ന് അവനോട് പറയുന്നു. എന്നാൽ ഡിയാവോന്റെ കണ്ണ് ആ മുട്ടയിലായിരുന്നല്ലോ. അയാൾ രാജാവിനോട് പറയുന്നുണ്ട് അങ്ങ് അനുവദിച്ചാൽ ആ മുട്ട കൊണ്ട് ഒരു പരീക്ഷണം ചെയ്തു നോക്കട്ടെ എന്ന്. എന്നാൽ രാജാവ് അവനോട് അവന്റെ സ്ഥലത്ത് പോയി വിശ്രമിക്കാൻ പറയുന്നുണ്ട്. നിന്റെ പ്രാണികളുടെയും വണ്ടുകളുടെയും അടുത്ത് പോയി കവിതയൊക്കെ എഴുതിയിരിക്കാൻ പറഞ്ഞ് രാജാവ് അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അവൻ ദേഷ്യത്തോടെ അവിടുന്ന് എഴുന്നേറ്റ് അവന്റെ ക്യാബിനിലേക്ക് പോകുന്നുണ്ട്. അവിടെയാണെങ്കിലോ എന്തൊക്കെയോ ദുരൂഹതയുണ്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. അങ്ങനെ അവൻ അവിടെ കിടന്ന ബോട്ടുമെടുത്ത് വേറൊരു സ്ഥലത്ത് എത്തുന്നുണ്ട്. അവിടെ നോക്കിയാൽ കുറെ പ്രാണികളെയും എട്ടുകാലികളെയും കാണാം. ഇവൻ എത്തിയതറിഞ്ഞ് മുകളിൽ നിന്ന് ഒരാൾ ഓടി വരുന്നുണ്ട്. നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ട മുത്തശ്ശൻ, അയാളുടെ പേരാണ് വാൻജോ. ഈ വാൻജോ ഡിയാവോന്റെ സഹായിയാണ്. വാൻജോ വരുന്നത് കണ്ട് ഡിയാവോ അയാളോട് ദേഷ്യപ്പെട്ട് കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പെട്ടെന്നാണ് വാൻജോന്റെ കഴുത്തിൽ കിടന്ന മാല തിളങ്ങുന്നതായി ഡിയാവോന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ മാല നമ്മുടെ പിങ്ങിൻ്റെയിലുള്ള അതേപോലത്തെ മാല തന്നെയാണ്.
കാരണം അയാളും പണ്ട് ഒരു ഡ്രാഗൺ കീപ്പറായിരുന്നു. അതുകൊണ്ട് ആ മാല വഴി പിങ്ങും ഡ്രാഗനും സംസാരിക്കുന്നത് വാൻജോന് അറിയാൻ സാധിക്കും. ഇത് കണ്ട ഡിയാവോ വാൻജോന്റെ അടുത്ത് ചെന്ന് അവർ എന്താ സംസാരിക്കുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോഴാണ് ഡിയാവോയ്ക്ക് അവർ ആ മുട്ടയെടുക്കാൻ കൊട്ടാരത്തിലേക്ക് വരുന്നുണ്ടെന്ന കാര്യം മനസ്സിലാകുന്നത്. ഇവിടെ ഡ്രാഗനും പിങ്ങും നടന്ന് ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തുന്നുണ്ട്. ഡ്രാഗൺ ആണെങ്കിലും പിങ്ങിനെയും കൊണ്ട് അതിലേക്ക് എടുത്തു ചാടുന്നുണ്ട്. അങ്ങനെ അവർ ഒരു കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അതിനുള്ളിൽ കുറെ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. അതാണ് ഈ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞ ഡ്രാഗൺസിന്റെ ഹിസ്റ്ററി ഉള്ള സ്ഥലം. ഈ കഥയെല്ലാം ഡ്രാഗൺ പിങ്ങിനോട് പറയുകയാണ്. അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് വാൻജോ വരുന്നത്. അയാളെ കണ്ടതും പിങ് ആദ്യം പേടിച്ചു പോയെങ്കിലും പിന്നീട് വാൻജോ ഒരു ഡ്രാഗൺ കീപ്പറാണെന്ന് മനസ്സിലാക്കിയ പിങ് അവളുടെ പവർ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ചു തരാൻ പറയുന്നുണ്ട്. അത് കേട്ടതും ഡ്രാഗൺ പിങ്ങിനെ വാൻജോന്റെ ഒപ്പം പറഞ്ഞു വിടുകയാണ്. പോകുന്ന വഴി പിങ്ങിനെ വാൻജോ ഒരു കൂടെ എടുത്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടാളും നടന്ന് ഒരു പുഴയുടെ അടുത്ത് പോയി നിൽക്കുകയാണ്. അവളുടെ കയ്യിലുള്ള കൂടയിൽ മിന്നാമിനുകളെ പിടിച്ചിടാൻ വാൻജോ പറയുന്നുണ്ട്. വാൻജോ പറയുന്നതനുസരിച്ച് പിങ് അവളുടെ പവർ ഉപയോഗിച്ച് അവരെ അതിനുള്ളിലേക്ക് ആക്കാൻ നോക്കുന്നു. അവരെ പിടിച്ചതും വാൻജോ അവളോട് വേഗം വരാൻ പറഞ്ഞ് വഞ്ചിയിൽ കയറ്റി പോകുന്നു. കാരണം അവർക്ക് ഡ്രാഗൺ എത്തുന്നതിന് മുമ്പ് കൊട്ടാരത്തിൽ എത്തണമായിരുന്നു. ഇവിടെ കൊട്ടാരത്തിലാണെങ്കിലോ ഡ്രാഗൺ ദൂരെ നിന്ന് ഓടി വരുന്നത് കണ്ട് പടയാളികളെ എല്ലാവരെയും അറിയിക്കുകയാണ്. അവർ ഡ്രാഗനെ ആക്രമിക്കാനായി അമ്പുമായി നിൽക്കുന്നു. എന്നാൽ ഡ്രാഗൺ ആ കവാടത്തിന്റെ അടുത്തുള്ള നദിയുടെ വെള്ളം അവന്റെ ശക്തി ഉപയോഗിച്ച് മേലോട്ട് പൊക്കി അവിടെയുള്ളവരെയൊക്കെ തെറിപ്പിച്ചു കളയുകയാണ്. വേറെ കുറെ പടയാളികൾ അവന്റെ അടുത്തേക്ക് അമ്പ് വിടുന്നുണ്ടെങ്കിലും അവൻ അതിൽ നിന്നുമെല്ലാം രക്ഷപ്പെട്ട് അവരുടെ അടുത്തേക്ക് പായുകയാണ്. ഇതെല്ലാം ഡ്രാഗൺ ചെയ്യുന്നത് അവരുടെ ശ്രദ്ധ തെറ്റിക്കാനാണ്. കാരണം പിങ് അവിടേക്ക് മുട്ടയെടുക്കാൻ വന്നിട്ടുണ്ട്. അവിടെ ഡ്രാഗന് നേരെ കുറച്ച് പടയാളികൾ ഒരുമിച്ച് കുറെ അമ്പുകൾ വിടുന്നു. ഇത് കണ്ടതും ഡ്രാഗൺ അവിടെ അടുത്തുള്ള വീടുകളുടെ ഓടുകളെല്ലാം പവർ ഉപയോഗിച്ച് അവന്റെ പുറകിൽ ഒരു രക്ഷാകവചം പോലെ കെട്ടി കൊട്ടാരത്തിന്റെ ഫ്രണ്ടിലെത്തുന്നു. എന്നാൽ അവിടെ മുഴുവൻ പടയാളികളും ഡ്രാഗനെ ആക്രമിക്കുകയാണ്. അതേസമയം പിങ്ക് കൊട്ടാരത്തിന്റെ ഉള്ളിൽ കയറി രാജാവിന്റെ അടുത്ത് പോയി മുട്ട ചോദിക്കുന്നുണ്ട്. എന്നാൽ രാജാവ് അയാളുടെ അടുത്തുള്ള പടയാളികളോട് അവളെ തടയാൻ പറയുന്നുണ്ട്. അവർ അവളുടെ അടുത്തേക്ക് പോയതും അവളുടെ ശക്തി ഉപയോഗിച്ച് അവരെ തള്ളിയിട്ട് ആ മുട്ട എടുത്തു പോകുന്നു. അവൾ നേരെ ചെന്നത് കൊട്ടാരത്തിന്റെ മേൽക്കൂരയിലാണ്. അവൾ ഒരു കൂട പൊക്കി ഡ്രാഗനോട് മുട്ടയെടുത്ത കാര്യം പറയുന്നുണ്ട്. ഇത് കേട്ടതും പടയാളികളിൽ ഒരുത്തൻ അവളുടെ നേരെ അമ്പ് വിടുകയാണ്. എന്നാൽ ക്യാപ്റ്റൻ ഇത് തടയുന്നു. അമ്പ് കൊണ്ട പിങ് ആ കൂട താഴെയിടുന്നുണ്ട്. ഇതേ സമയം ക്യാപ്റ്റൻ ഡ്രാഗന്റെ നേരെ വാളെടുത്തതും ഡ്രാഗൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. പിന്നീട് കാണിക്കുന്നത് പിങ് ആ അമ്പ് ഊരുന്നതാണ്. അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാം അത് അവളുടെ അഭിനയമായിരുന്നുവെന്ന്. അവൾ വീണ്ടും കൊട്ടാരത്തിനുള്ളിൽ കയറി. പുറത്ത് പടയാളികളാണെങ്കിലോ ആ കൂടയെടുത്ത് ക്യാപ്റ്റന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അത് തുറന്നു നോക്കിയതും അതിനുള്ളിൽ മുട്ടയില്ലായിരുന്നു, നേരത്തെ പിടിച്ച മിന്നാമിനുകളായിരുന്നു. ആ മുട്ട പിങ്ങിന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. കൊട്ടാരത്തിനുള്ളിലാണെങ്കിലും പിങ്ങിനെ തേടി കുറച്ച് പടയാളികൾ നടക്കുന്നുണ്ടായിരുന്നു. അവസാനം അവർ പിങ്ങിനെ കണ്ടെത്തി. അവൾ അവരെയായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയം അവളുടെ കയ്യിലിരുന്ന മുട്ട താഴെ വീഴുകയാണ്. അത് ഉരുണ്ടുപോയി നേരെ രാജാവിന്റെ മകന്റെ കയ്യിലെത്തുന്നു. അവർ അതിനെ ചൊല്ലി ഒരു വാക്ക് തർക്കമുണ്ടാകുന്നുണ്ട്. നമ്മുടെ പിങ്ങാണെങ്കിലോ അവന്റെ മൂക്കിലിട്ട് ഒന്ന് കൊടുത്ത് അവിടെ നിന്ന് ഓടി ഡിയാവോന്റെ പ്ലേസിലേക്ക് പോകുന്നു. കാരണം വാൻജോ അവളോട് അവിടേക്കാണ് ചെല്ലാൻ പറഞ്ഞത്. അവൾ വാൻജോനെ കണ്ടതും അയാളെ വിളിച്ച് ഓടുന്നുണ്ട്. എന്നാൽ അവിടെ അവളെയും കാത്ത് ഡിയാവോ നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ വീണ്ടും പിങ്ങിനെ 8 കാലിയെ കൊണ്ട് കടുപ്പിച്ച് ആ മുട്ടയെടുത്ത് വഞ്ചിയിൽ കയറുന്നു. വാൻജോനാണെങ്കിലോ ഇത് കണ്ട് സങ്കടമായിട്ട് അവൾക്ക് വിഷമിറങ്ങാനുള്ള മരുന്ന് കൊടുത്ത് പോകുകയാണ്. ഡ്രാഗൻ ആണെങ്കിലോ പിങ്ങിനെയും കാത്ത് പുറത്തു നിൽക്കുന്നുണ്ട്. ഇവിടെ ബോധമില്ലാതെ കിടക്കുന്ന പിങ്ങിനെ എങ്ങനെയോ എലിക്കുഞ്ഞ് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അവൾ എഴുന്നേറ്റതും വേഗം കായനെ രക്ഷിക്കാനായി വഞ്ചിയിൽ കയറുന്നു. അപ്പോഴേക്കും ക്യാപ്റ്റൻ വന്ന് അവളെ പിടിക്കുന്നുണ്ട്. അതേസമയം ഡിയാവോ മുട്ട ഉപയോഗിച്ച് അവന്റെ രോഗം മാറ്റി മരണമില്ലാത്ത ഒരു ജീവിതമാക്കാൻ പോകുകയാണ്. എന്നാൽ ഇത് വാൻജോ തടയുന്നുണ്ടെങ്കിലും അയാളെയും അവൻ പ്രാണികളെ ഉപയോഗിച്ച് അവിടെ കെട്ടിയിടുന്നുണ്ട്. ഇവിടെയാണെങ്കിലോ ക്യാപ്റ്റനും പിങ്ങും വരികയാണ്.
അവർ ഡിയാവോ ഉള്ള സ്ഥലത്തെത്തിയതും ക്യാപ്റ്റൻ പിങ്ങിനെ ഒരിടത്ത് നിർത്തി ഡിയാവോന്റെ അടുത്തേക്ക് പോകാൻ നോക്കുന്നു. എന്നാൽ അപ്പോഴേക്കും പ്രാണികളെല്ലാം ക്യാപ്റ്റനെ ആക്രമിക്കാൻ നോക്കുന്നുണ്ട്. ഇത് കണ്ട പിങ് അത് തടയുകയാണ്. ഇവിടെ ഹുവ ആണെങ്കിലോ മണം പിടിച്ച് ഡ്രാഗന്റെ അടുത്തേക്ക് ഓടുകയാണ്. അങ്ങനെ അവൻ ഡ്രാഗന്റെ അടുത്ത് എത്തിയതും നടന്ന എല്ലാ കാര്യങ്ങളും അവനോട് പറയുന്നുണ്ട്. എന്നാൽ ഡ്രാഗന് അവൻ പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. അവസാനം എങ്ങനെയോ ഡ്രാഗന് പിങ് അപകടത്തിലാണെന്ന് മനസ്സിലാകുന്നുണ്ട്. കാര്യം മനസ്സിലാക്കുന്നു. അവർ വേഗം പിങ്ങിന്റെ അടുത്തേക്ക് പോകുകയാണ്. അവിടെയാണെങ്കിൽ പിങ് മാൻജോനെ ചുറ്റിയിരിക്കുന്ന വല അഴിച്ചു മാറ്റുന്നു. അതിനുശേഷം അവർ മുട്ടയുള്ള ഇടത്തേക്ക് പോകാൻ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ക്യാപ്റ്റൻ വന്ന് അവരെ എടുത്ത് എറിഞ്ഞ് മുട്ടയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ അവിടെ എത്തിയതും അവിടെയുള്ള പവർ കാരണം ക്യാപ്റ്റൻ ഒരു പ്രായമായ ആളായി മാറുകയാണ്. അങ്ങനെ വാൻജോ പോയി അവിടെയുള്ള എല്ലാ ശക്തിയെയും അയാളുടെ പവർ ഉപയോഗിച്ച് നിർത്തുകയാണ്. അവസാനം അവർക്ക് മുട്ട കിട്ടുന്നുണ്ട്. എന്നാൽ എല്ലാ പവറും പോയ വാൻജോ അവിടെ കിടന്ന് മരിക്കുന്നുണ്ട്. അതേസമയം ഡിയാവോ വേറൊരു രൂപമായി മാറിക്കഴിഞ്ഞിരുന്നു. അവൻ പിങ്ങിന്റെ അടുത്തു നിന്നും മുട്ട വാങ്ങാൻ വരുന്നത് കണ്ട് പിങ് ക്യാപ്റ്റന്റെ കയ്യിൽ മുട്ട കൊടുത്തിട്ട് അതിനെ സൂക്ഷിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ അവൾ ആ രൂപം മാറിയ ഡിയാവോയെ ഒറ്റയ്ക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഡ്രാഗൺ വരുന്നുണ്ട്. അതേസമയം ഇവിടെ ക്യാപ്റ്റന്റെ അടുത്തേക്ക് ആ മുട്ട വാങ്ങാൻ കുറെ ശവങ്ങൾ വരികയാണ്. അവർ ക്യാപ്റ്റനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് അയാളുടെ പടയാളികൾ വന്ന് രക്ഷിക്കുന്നുണ്ട്. ഇവിടെ ഡ്രാഗൺ ഡിയാവോന്റെ നേരെ ഫൈറ്റ് ചെയ്ത് തളർന്നിരിക്കുകയാണ്. അവൻ പിങ്ങിനോട് ഇവിടെ നിന്ന് പോകാൻ പറയുന്നുണ്ട്. എന്നാൽ പിങ്ങിന് അറിയാമായിരുന്നു അവൾ അവിടെ നിന്ന് പോയാൽ ഡ്രാഗൺ മരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഡ്രാഗനും പിങ്ങും കൂടി അവരുടെ പ്ലാൻ പ്രകാരം ഡിയാവോന്റെ നേരേക്ക് അവരുടെ പവർ ഉപയോഗിച്ച് അവനെ ഇല്ലാതാക്കുന്നു. അങ്ങനെ അവർ പുറത്തു വന്നതും ക്യാപ്റ്റൻ പിങ്ങിന്റെ കയ്യിൽ ആ മുട്ട കൊടുക്കുന്നുണ്ട്. മുട്ട കിട്ടിയതും അവർ 3 പേരും കൂടി പെൺ ഡ്രാഗൺ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുകയാണ്. അവിടെ എത്തിയതും ഡ്രാഗൺ തളർന്നു വീണിരുന്നു. എന്നാൽ പിങ് വേഗം പോയി അവിടെയുള്ള വെള്ളത്തിൽ ആ മുട്ട കൊണ്ടുപോയി ഇടുകയാണ്. അവൾ ആ മുട്ട ഇട്ടതും അതിനുള്ളിൽ നിന്നും കായ് പുറത്തേക്ക് വന്ന് അവളെ കെട്ടിപ്പിടിക്കുകയാണ്. ഇതേ സമയം കായ്ക്ക് ഡാൻസി ഡ്രാഗന്റെ മണം കിട്ടിയതും പെട്ടെന്ന് അവൻ അതിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. എന്നാൽ അപ്പോഴേക്കും അവിടെ ഡാൻസി മരിക്കാറായിരുന്നു. ഇത് കണ്ട് പിങ്ങിന് നല്ല സങ്കടമായി. അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അവസാനം അവർ അവളുടെ പവർ ഉപയോഗിച്ച് ഡാൻസിയെ മുകളിലേക്ക് എത്തിക്കുകയാണ്. അതിനുശേഷം 3 പേരും കൂടി അവളുടെ നാട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.